അമ്മ പറയുന്ന പോലാണോ? ചേട്ടൻ പറയുന്നത് നല്ലതാണോ എന്ന്? ചേട്ടൻ പറയുന്നതേ ഞാനിടും. നീ തുണി കൊടുക്കാതെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ നീ പോവോ? ഇവിടെ മനുഷ്യന് തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഇളക്കം. ഹലോ സാർ, ഞാൻ വീട്ടിലെത്തി. ഇല്ല സാർ, അതെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. ഇല്ലില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. ഞാൻ ഇപ്പം ശരിയാക്കാം. സോറി സാർ, സോറി. ഞാൻ ശ്രദ്ധിച്ചോളാം. ആ ചേട്ടൻ വന്നോ? ഇരിക്കേട്ടാ, വെള്ളം എടുക്കാം. ദാ ചേട്ടാ വെള്ളം. അവിടെ വെച്ചാൽ ഇയാൾക്കിത് എന്തിൻ്റെ കേടാ? സാർ, അതാ ചെയ്തോണ്ടിരിക്കുക. ഇപ്പം റെഡിയാക്കാം. ഇല്ല സാർ, ഇല്ല. അത് പറ്റിപ്പോയി സാർ. ഞാനത് റെഡിയാക്കി തരാം. ഇപ്പം റെഡിയാക്കാം. ഓക്കെ. മനുഷ്യന് മനസ്സമാധാനം തരത്തില്ല. ഇതെന്തൊരു കഷ്ടം. ചേട്ടാ, ഈ സാരി എങ്ങനെയുണ്ട്? കൊള്ളാം. നന്നായിട്ടൊന്ന് നോക്കിയത് പോലും ഇല്ല, എന്നിട്ട് പറയാ കൊള്ളാമെന്ന്. ഒന്ന് നോക്കിയിട്ട് പറ. എടി, കൊള്ളാമെന്ന് പറഞ്ഞാൽ പിന്നെ നന്നായിട്ടുണ്ടെന്നല്ലേ? പിന്നെ വേറെന്താ ഇനി ഇപ്പം പറയുന്നത്? ഓ, ചേട്ടൻ്റെ ഒരു കാര്യം. ചേട്ടാ, നാളെ ബർത്ത്ഡേ ഫംഗ്ഷന് പനി ഡ്രസ്സ് ഇടട്ടെ? അമ്മ പറഞ്ഞത് നല്ലതാണെന്ന്. എൻ്റെ അടി, അമ്മ പറഞ്ഞില്ലേ നല്ലതാണെന്ന്? പിന്നെ നിനക്കതങ്ങ് ഇട്ടാ പോരെ? അമ്മ പറയുന്ന പോലാണോ? ചേട്ടൻ പറയുന്നത് നല്ലതാണോ എന്ന്? ചേട്ടൻ പറയുന്നതേ ഞാനിടും. നീ തുണി കൊടുക്കാതെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ നീ പോവോ? ഇവിടെ മനുഷ്യന് തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഇളക്കം. ഉടുത്തൊരുങ്ങി ആരെ കാണിക്കാനാണ് ഈ പോകുന്നത്? നിന്റെ വല്ലവരും അവിടെ ഇരിപ്പുണ്ടോ? മനസമാധാനമായി. ഞാൻ വഴക്ക് പറഞ്ഞത് വിഷമമായി പോയോ? ഇന്ന് ഓഫീസ് ഭയങ്കര സീനായിരുന്നു മോളെ. ഇന്ന് ചെയ്ത വർക്കിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് വന്ന വഴി ബോസിൻ്റെ വക കണക്കിന് കിട്ടി. ഇവിടെ വന്നപ്പോഴും എനിക്ക് കിട്ടി. പിന്നെ ആ മിസ്റ്റേക്കെല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തു. ഇപ്പോഴൊരു മനസ്സമാധാനമായത്. ആ സമയത്ത് നിന്റെ വരവ്, അതുകൊണ്ട് ദേഷ്യപ്പെട്ടതല്ലേ? അതൊക്കെ ശരിയാ. ഇങ്ങനെ വഴക്കിടുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും മുന്നിൽ നിൽക്കുന്നവർ എന്തും വേണ്ടി വിഷമിക്കുന്നുണ്ടെന്ന് എന്താ മനസ്സിലാക്കാത്തെ? നിനക്കറിയാലോ എൻ്റെ ബോസിനെ. ചെറിയൊരു മിസ്റ്റേക്കിന് വായി വരുന്ന എല്ലാം വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനാണ്. എൻ്റെ അന്നേരത്തെ ആ ഒരു ടെൻഷന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും കാര്യമാക്കണ്ട. എനിക്കറിയാം ചേട്ടാ, ചേട്ടൻ്റെ ടെൻഷനും ജോലിയുടെ റിസ്ക്കും ഒക്കെ. ഞാൻ ചേട്ടൻ്റെ ഭാര്യയല്ലേ? എനിക്കിതൊക്കെ ചോദിക്കാൻ ആരാ ഉള്ളത്? മോളെ എടി, ഞാൻ ഒരു പെണ്ണ് ഭർത്താവിനെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നത്. തൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് അവരുടെ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു അഭിമാനവും സന്തോഷവും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ശരിയാ, എൻ്റെ ഭാഗത്താ തെറ്റ്. ജോലിയുടെ ടെൻഷൻ ജോലി സ്ഥലത്ത് തീർക്കണം, അത് വീട്ടിൽ വന്ന് കാണിക്കാനുള്ളതല്ല. എൻ്റെ ഭാഗത്ത് കൊണ്ട് ചേട്ടാ തെറ്റ്. ചേട്ടൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഓരോന്നും വന്ന് ചോദിച്ചില്ലേ, അതിന് എന്നെ ശിക്ഷിക്കുന്നതിന് ഒരു തെറ്റുമില്ല. എന്താ ഇത്? ചേട്ടൻ എൻ്റെ ദൈവമാണ്. തെറ്റുകൾ മനസ്സിലാക്കി അത് അംഗീകരിക്കുമ്പോൾ ഭാര്യയുടെ മുൻപിൽ തോറ്റുപോയി എന്ന് വിചാരിക്കരുത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതുതന്നെയാണ് ദാമ്പത്യത്തിൻ്റെ വിജയവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകാം. അതിന് അല്പ ആയുസ് മാത്രം കൊടുക്കുക.
ഭർത്താവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭാര്യമാരാണ് നിസ്സാര കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കുന്നതും ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതും. അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് വലിയ തെറ്റാണ്. തെറ്റുകൾ പറ്റാതിരിക്കട്ടെ. സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ.